ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഉത്രാടപ്പാച്ചിലും ഓട്ടത്തിലായിരിക്കും അല്ലേ? അപ്പോൾ ആ ഓട്ടം ഒന്ന് കുറയ്ക്കാനും നമുക്ക് തിരുവോണ ദിവസം കുറച്ച് കൂളായിട്ട് എങ്ങനെ വീട്ടമ്മമാർക്ക് അടുക്കളയിലെ ജോലികളൊക്കെ തീർക്കാം. നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ദിവസം പണികളൊക്കെ തീർക്കാലോ. അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അയ്യോ അത് മേടിച്ചില്ല, ഇത് മേടിച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ കുറച്ച് പ്രീ പ്ലാനോടുകൂടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുൻകൂറായി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ തിരുവോണ ദിവസം അടിപൊളിയാക്കാം. എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പാണ്, ഇത് കോമൺലി എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷെ ചെയ്യാത്തവരും ഉണ്ടാവും. പക്ഷെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാവുക, നമുക്ക് എന്തൊക്കെ കറികൾ വെക്കണം, എന്തൊക്കെ സാധനങ്ങൾ അതിനു വേണ്ടി മേടിക്കണം. അത് പച്ചക്കറി ആണെങ്കിലും പലചരക്ക് സാധനങ്ങളാണെങ്കിലും ഡെക്കറേഷൻ ഐറ്റംസ് ആണെങ്കിലും എന്താണെങ്കിലും എഴുതി വെക്കുക. എനിക്കിവിടെ ഏറ്റവും അത്യാവശ്യം പച്ചക്കറി സാധനങ്ങൾ, കറിക്ക് എന്ത് മേടിക്കുക എന്നുള്ളത് മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എപ്പോഴും എല്ലാ കൊല്ലവും എന്തൊക്കെ വെക്കണം എന്നുള്ളത് ഞാൻ മുൻകൂട്ടി തന്നെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കുമ്പോഴത്തേനും അതിൽ എന്തൊക്കെ പച്ചക്കറികൾ വേണം, എന്തൊക്കെ പലചരക്ക് വേണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടും. അപ്പം എനിക്ക് ഓണത്തിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അടുത്ത ടിപ്പാണ്, നമ്മൾ ഭയങ്കര തിരക്കാവുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുക. തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. അതുപോലെ തന്നെ ഈ ഉണ്ടാക്കുന്ന ലിസ്റ്റ് ഇപ്പോൾ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അതേപോലെയുള്ള ആപ്പുകളൊക്കെ ലഭ്യമാണ്. എന്തൊക്കെ നമുക്ക് മേടിക്കാം, അതൊക്കെ നമുക്ക് ഫോണിൽ നമുക്ക് സ്റ്റോർ ചെയ്തുകൊണ്ട് പോകാം. ഫോണിൽ നമുക്ക് അതൊക്കെ റെഡിയാക്കി കൊണ്ടുപോകാം. അപ്പോൾ ഇതാ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ മനസ്സിൽ കരുതി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒറ്റ തവണ പോയി വാങ്ങുന്ന രീതിയിലല്ല ആക്കുക. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ, നല്ലൊരു ദിവസം വരുമ്പോഴത്തേനും ഒന്ന് കടയിൽ പോവും, ഒന്ന് മേടിച്ചിട്ട് വരും എന്നൊക്കെ നമുക്ക് വീട്ടിലുള്ള ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് അടുക്കളയിൽ നിന്ന് തിരിയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ നിന്ന് ഓടുമ്പോഴത്തേനും അടുപ്പത്തിരിക്കണത് നാശാവും. കുട്ടികളുടെ കാര്യം നോക്കണം, പ്രായമായവരുടെ കാര്യം നോക്കണം. അപ്പം അങ്ങനെ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്ന നേരത്ത്, അതായത് വലിയ തിരക്കില്ലാത്തൊരു സമയം നോക്കി വേഗം കുറച്ച് നേരത്തെ പോയി നമ്മൾ പച്ചക്കറിയോ പലചരക്കോ സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കാം. അതുപോലെ അടുത്തൊരു ടിപ്പാണ്, നമ്മളുടെ വീട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും അല്ലേ? എല്ലാവരും ചെയ്യണം എന്നില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം നിങ്ങളോട് പറയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ നമ്മൾ മേടിക്കുക, ഒരു ഫെസ്റ്റിവൽ വരുമ്പോഴത്തേനും നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പം ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിലെ ഒരാളാണ്, ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നാലും ഓണം നമ്മൾ ആഘോഷിക്കാതിരിക്കില്ലല്ലോ. അപ്പം എന്താ, ഞാനിത് മീഷോയിൽ ഓർഡർ ചെയ്തു. പക്ഷേ സാധനം എനിക്ക് പറഞ്ഞ ദിവസം കിട്ടിയില്ല. അപ്പം ഞാൻ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ നിന്ന്, അതായത് ഒരു ഷോപ്പിൽ നിന്ന് ഞാനിത് സാധനം മേടിച്ചു. ഇത് ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതലും, നിങ്ങൾ എന്നെ കൂടുതലും കാണുന്നത് അടുക്കളയിലാണ്. ഈ ഓണത്തിൻ്റെ തിരക്കായതൊക്കെ കൊണ്ട് ഞാൻ കരുതി ഒന്ന് അടുക്കള നല്ലൊരു അടിപൊളിയായിട്ടൊന്ന് ഇരിക്കട്ടെ എന്ന് കരുതി കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടമായി? അപ്പം നമുക്ക് വീടൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചും ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാം. അടുത്ത ടിപ്പാണ്, നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ പായസം, പിന്നെ ചില കറികളിലൊക്കെ നമുക്ക് ശർക്കര പാവ് അല്ലെങ്കിൽ ശർക്കര ആവശ്യമാണ്. അപ്പോൾ ആവശ്യമുള്ള ശർക്കര നമുക്ക് പലപ്പോഴും ചീക എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കരിമ്പിൻ്റെ വേസ്റ്റ് ഉണ്ടാവും, നാരുണ്ടാവും, അതുപോലെ തന്നെ കുറേ മണ്ണ് ഇതൊക്കെ ഉണ്ടാവും, അഴുക്കുകൾ ഉണ്ടാവും, അപ്പം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പം നമുക്കത് ഓൾറെഡി കുറച്ച് നേരത്തെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓടിപ്പോയി ചെയ്യാണ്ട് കുറച്ച് നേരത്തെ തന്നെ അത് ഒരുക്കി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിത് മറ്റൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോവില്ലേ? മെൽറ്റ് പോയാലും നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാധനം നല്ല നല്ല പാവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലാണ് ഞാൻ സൂക്ഷിക്കുക. ശർക്കര പാവാക്കി അരിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് ചൂടാറി കഴിയുമ്പോഴത്തേനും ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് കറികളിലോ പായസത്തിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത ടിപ്പാണ്, ടിപ്പ് നമ്പർ 5 ആണ്, നമുക്ക് കറികൾ വയ്ക്കുമ്പോൾ എന്തായാലും പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ആവശ്യമാണ്. ആ സമയത്ത് ഇതൊക്കെ തോല് കളയാൻ നിൽക്കുക എന്നുള്ളതാണ് സമയം പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് മുൻകൂട്ടി, വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ കൊടുത്തിട്ട് ഒന്ന് മുൻകൂട്ടി ഒന്ന് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒരു ടിന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ധൃതി പിടിക്കേണ്ട, ഫ്രിഡ്ജിൽ ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ, ഫ്രിഡ്ജിൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ പണികളുടെ സമയത്ത് എടുക്കാം. അതുപോലെ തന്നെ അടുത്ത ടിപ്പ്, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ സിങ്കിൽ പാത്രം വരും.
നമ്മൾ ചിലപ്പോൾ അത് അടുപ്പിലതിരുന്ന് വേകാൻ കുറച്ച് നേരം വേണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയായി വരാൻ സമയം പിടിക്കുമായിരിക്കാം. ആ ഒരു ഗ്യാപ്പിൽ, കിട്ടുന്ന ഗ്യാപ്പിൽ നമ്മുടെ സിങ്കിലുള്ള പാത്രങ്ങൾ വേഗം വേഗം കഴുകിയെടുക്കുക. ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറി ചെയ്യാം. ഞാനിപ്പോൾ അണുകുടുംബങ്ങളാണല്ലോ നമുക്ക് ചുറ്റും, അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മൾ ഓരോ ട്രിപ്പും അപ്പം തന്നെ കഴുകി വെക്കുക, കുമിഞ്ഞു കൂടാൻ നിൽക്കരുത്. ഏഴാമത്തെ ടിപ്പാണ് നമ്മൾ ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ പൊളിച്ചു വെച്ച പോലെ നമുക്ക് എന്തുണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയല്ലോ. ഞാനിപ്പോൾ ഇതാ മെഴുക്ക് പുരട്ടിയും തോരനും അവിയലും കാര്യങ്ങളൊക്കെയാണ് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്, നമുക്ക് സദ്യക്കുള്ള വിഭവങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അരിഞ്ഞു വെക്കുക. അതായത് അപ്പോൾ പച്ചക്കറി കറുത്തു പോവില്ല എന്നൊക്കെ ചോദിക്കും. ഇല്ല കേട്ടോ, ഒരു ഗുണവും നഷ്ടപ്പെടില്ല, ഒന്നും പറ്റില്ല. പുറത്ത് വെച്ച് ചീച്ച് കളയുമ്പോഴാണ് ഗുണവും പോണത്, നമ്മുടെ കയ്യിലെ കാശും പോകുന്നത്. എൻ്റെ കൊച്ചറിവി എന്ന് പറയുന്നതാണ് കേട്ടോ, തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും, ഇപ്പം ഞാൻ എന്താ അവിയലിനും മെഴുക്ക് പുരട്ടിക്കും തോരനും പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണ് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ നമ്മുടെ ഉള്ളിയും അതൊക്കെ വെച്ചതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ അത്യാവശ്യം തണുപ്പെത്തുന്ന ഭാഗത്ത് തന്നെയാണ് ഞാനിത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇത് കറി വെക്കുന്ന സമയത്ത് എനിക്ക് ഡയറക്റ്റ് പോയി എടുക്കുക, നേരെ ചട്ടിയിലേക്ക് ആക്കുക. ഒന്ന് തണുപ്പ് പോയി കഴിഞ്ഞ ശേഷം നേരെ ചട്ടിയിലേക്ക് ആക്കാം. പണിയൊക്കെ നമ്മുടെ വളരെ ഈസി ആക്കുന്ന കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഇതിപ്പോൾ പലരും ഫോളോ ചെയ്യുന്നുണ്ടാവാം, പിന്നെ ചെയ്യാൻ മടിയുള്ളവരുണ്ടാവും. ഇങ്ങനൊന്ന് ചെയ്ത് നോക്കൂ, നമ്മുടെ ജോലികളും കാര്യങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് കഴിയും. നമ്മൾ ഒരു 2 മണിക്കൂറത്തെ അധ്വാനം മതി, പിറ്റേ ദിവസം നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ജോലികളൊക്കെ തീരും. അതുപോലെ തന്നെ 8ാമത്തെ ടിപ്പാണ് നമുക്ക് കുറച്ച് തേങ്ങ അഡ്വാൻസ് ആയിട്ട് ചിരണ്ടി വെക്കാം. അതിപ്പോൾ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുന്നവരുണ്ട്, എന്നാലും വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്ക് നമുക്ക് പണികളൊക്കെ വേഗം തീർക്കാൻ വേണ്ടി മുൻകൂട്ടിയായിട്ട് നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ നമുക്ക് ചിരകി വെക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതായത് ഫ്രിഡ്ജിലല്ല, നമുക്ക് ഫ്രീസറിൽ ഇത് സൂക്ഷിക്കാം. അത്യാവശ്യം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. നമ്മളിത് എണ്ണീറ്റ് വരുമ്പോൾ തന്നെ ഒന്ന് പുറത്തേക്ക് വെച്ചാൽ മതി. അപ്പം നമുക്ക് ആവശ്യമുള്ള നേരം ആകുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഭയങ്കര തണുപ്പൊക്കെ പോയി നമുക്ക് പാകത്തിന് എടുക്കാം. ഇപ്പം ഇതൊന്ന് പാല് പിഴിഞ്ഞെടുക്കാനും ഈസിയാണ്. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിതിന്ന് പാലൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഫ്രീസ് ചെയ്ത തേങ്ങയിൽ നിന്ന് പാലെടുക്കാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓണത്തിൻ്റെ അന്ന് പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ഉടുത്തു പോകുന്നവരാണ്. അപ്പം നമുക്ക് അതൊന്ന് നേരത്തെ തേച്ച് വെക്കാം. ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിക്കും, പക്ഷെ സമയമില്ലാത്ത സമയത്ത് ഇതൊക്കെ വലിയ കാര്യമാണ്. ഓരോ മിനിറ്റ് പോകും തോറും നമ്മുടെ കൂടെയുള്ളവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് ആ സമയത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഷർട്ടൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ വലിയ കാര്യമായിട്ട് പറയുന്നതല്ല, എല്ലാവർക്കും ഇപ്പോൾ ഇതൊക്കെയാണോ വലിയ കാര്യം? ഇല്ല, ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം. സമയം എന്ന് പറയുന്നത് ഇതേപോലുള്ള ഫെസ്റ്റിവൽ ആഘോഷ ദിവസങ്ങളിലൊക്കെ വീട്ടമ്മയ്ക്ക് ഭയങ്കര വലുത് തന്നെയാണ്. അപ്പോൾ മുൻകൂട്ടി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കഴിച്ചു കൂട്ടാം കേട്ടോ. വേഗം നമുക്ക് കാര്യങ്ങൾ കഴിച്ചു കൂട്ടാം. നമുക്ക് ചെയ്തു തരാൻ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യിച്ചാലും മതി. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ്, 10ാമത്തെ ടിപ്പാണ്, നമുക്ക് പാൽ ആവശ്യമാണ്. പാലെന്ന് പറയുന്ന സാധനം പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് കടകളിൽ, പ്രത്യേകിച്ച് ഈ ഓണത്തിൻ്റെ സീസണിൽ. അപ്പം നേരത്തെ തന്നെ ആവശ്യമുള്ള പാല് മേടിച്ച് ഫ്രീസറിൽ വെക്കാം. നേരത്തെ ഒരാഴ്ച മുന്നേ അല്ല കേട്ടോ, തലേ ദിവസമോ അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെ തലേന്നോ മേടിച്ച് നമ്മൾ അത് മാക്സിമം അത് സൂക്ഷിക്കുക. എന്തായാലും പാല് നമുക്ക് പായസം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ആവശ്യമുള്ളതാണല്ലോ. അടുത്ത ഒരു ടിപ്പാണ്, ഇതിപ്പോൾ നമ്മൾ വീടുകളിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ വലിയ പണിയൊന്നുമല്ല. നമുക്ക് പൂക്കളം ഉണ്ടാക്കാനുള്ള പൂവൊക്കെ തരംതിരിച്ച് വെക്കാം. ആവശ്യമുള്ളത് തലേ ദിവസം തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കുകയോ ഇതളടർത്തി വെക്കുകയോ ചെയ്യും. ഇപ്പം എൻ്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ജോക്കൂട്ടൻ അന്നക്കുട്ടി ഇതൊക്കെ വേഗം ചെയ്യാണ്. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേർക്ക് പൊതുവെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പൂക്കൾ അടർത്തി വയ്ക്കുക, ഒതുക്കി വയ്ക്കുക, അരിഞ്ഞു വയ്ക്കുക, അതുപോലെ തന്നെ പൂക്കളം സെറ്റാക്കി വെക്കുക, വരച്ചു വയ്ക്കുക. ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചാൽ പണിയൊക്കെ ഈസിയാവും. അതുപോലെ തന്നെ 12ാമത്തെ ഒരു ടിപ്പാണ്, നമ്മൾ ഒരേ റെസിപ്പി, അതായത് ഒരേ മെത്തേഡ് ഫോളോ ചെയ്യുന്ന കുറച്ച് റെസിപ്പികളുണ്ട്. ഉദാഹരണം ഇപ്പം അച്ചാർ, തോരൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് സെയിം തന്നെയാണ്. അതിലെ പച്ചക്കറികളും അല്ലെങ്കിൽ ഐറ്റംസും മാത്രമേ
അങ്ങോട്ട് ഐറ്റംസ് എല്ലാ പച്ചക്കറികൾ മാത്രമേ മാറുന്നുള്ളൂ. ഇപ്പം ഞാൻ എന്താ 2 ടൈപ്പ് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അത് രണ്ടും ഒരേ സമയം ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റത്തവണ ഒരു ചട്ടിയിൽ തന്നെ മസാല ആക്കിയിട്ട് ഇട്ടാൽ മതി. ഇവിടെ എനിക്ക് കോവക്ക അച്ചാർ ആദ്യം ഒന്ന് വാട്ടിയെടുക്കണമായിരുന്നു, കോവയ്ക്കൊന്ന് വാട്ടിയെടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് 2 പാത്രത്തിൽ ഇതിൽ ഒറ്റ മസാല ഉണ്ടാക്കിയിട്ട് 2 ഇതിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പ്രിപ്പയർ ചെയ്ത് എടുത്താൽ മതി. അപ്പം അച്ചാറിൻ്റെ കാര്യം മാത്രമല്ല, വറുത്തരച്ച് എന്തെങ്കിലും 2 കൂട്ടം കറികൾ ചെയ്യണ്ടെങ്കിലോ തോരൻ ചെയ്യണ്ടെങ്കിലോ നമുക്ക് ഒരേ ഇത് തന്നെ ഒരേ സ്റ്റൈല് തന്നെയാണല്ലോ. അപ്പോൾ ഒറ്റ തവണയായിട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പറ്റുന്ന കറികളൊക്കെ തലേ ദിവസം വെച്ച് വയ്ക്കുക. ഇപ്പോൾ ചെറുപയർ പരിപ്പ് പായസമൊക്കെ വെക്കുകയാണെങ്കിൽ തലേ ദിവസം വെക്കുക, സാമ്പാറൊക്കെ തലേ ദിവസം വെക്കുക. പിന്നെ ഇതെല്ലാം താളിച്ചിടുമ്പോൾ ഒന്നിച്ച് താളിച്ചിടുക, കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ താളിപ്പെടുത്തിട്ട്. ഇപ്പോൾ പച്ചടി ആണെങ്കിലും സാമ്പാറിനാണെങ്കിലും ഒക്കെ നമുക്ക് താളിച്ചിടണമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്നിച്ച് താളിച്ചിടാം. അതുപോലെ തന്നെ പറ്റുന്ന വിഭവങ്ങൾ തലേ ദിവസം തന്നെ ഇഞ്ചിക്കറി, അച്ചാർ, സാമ്പാർ, പുളിയിഞ്ചി, ഇങ്ങനെയുള്ള സാധനം, മോരുകറി, ഇതൊക്കെ പെട്ടെന്ന് ചീത്തയാവാത്തതാണ്. അതായത് കട്ടിയായിട്ടുള്ള കാളൻ പോലുള്ള മോരുകറി ഇപ്പോൾ തലേ ദിവസം തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കാം. 14ാമത്തെ ടിപ്പാണ്, നമുക്ക് എന്തായാലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പണിയുണ്ടാവും, കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എളുപ്പമാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പയറ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. രാവിലെ ഇപ്പം നമ്മൾ ഇത് തലേ ദിവസം ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണല്ലേ. ഒത്തിരി നേരം നമ്മൾ കുക്കറിലിട്ട് അടിക്കണം, നമ്മുടെ ഗ്യാസ് പോകും, സമയം പോകും. അപ്പോൾ എന്തായാലും തലേ ദിവസം തന്നെ നമുക്ക് എന്തെങ്കിലും പയറ് വർഗ്ഗങ്ങൾ വെള്ളത്തിലിട്ട് വെക്കാനുണ്ടോ എന്ന് ആലോചിക്കുക. കാരണം നമ്മുടെ വിഭവങ്ങളുടെ ഒരു ലിസ്റ്റ് മനസ്സിലുണ്ടായാൽ മതി, അപ്പം തന്നെ നമുക്ക് ഓർമ്മ വരും. അപ്പം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നേരത്തെ തന്നെ കുതിർത്ത് വെക്കാൻ വേണ്ടി വെള്ളത്തിലേക്കിട്ട് തലേ ദിവസം തന്നെ വെക്കുക. അടുത്തൊരു ടിപ്പാണ്, ഇതിപ്പോൾ എല്ലാവർക്കും ദഹിക്കണം എന്നില്ല. 20 രൂപയോ 30 രൂപയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ പാക്കറ്റ് കിട്ടും എന്ന് പറയും. പക്ഷെ ഇത് വീട്ടിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. നമുക്ക് ചിപ്സോ കായ വറുത്തതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നിൽക്കാൻ ഇത് മാത്രമാണോ ഞങ്ങൾക്ക് ജോലിക്ക് പോകണം, അങ്ങനെയുള്ളവർക്ക് വേണ്ട കേട്ടോ. ഞാൻ എളിമയോടുകൂടി തന്നെ പിന്നെയും പറയാണ്, ഇത് വീട്ടിലുണ്ടാക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാണ്, താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാണ്. അപ്പം നമ്മളിതാ കായ വറുത്തത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ശർക്കര ഉരുട്ടി ഉണ്ടാക്കാനും കായ മേടിച്ചിട്ടുണ്ട്. ഒരു തരം ചെനച്ച കായയാണ്. ചെനച്ചെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര മൂപ്പെത്താത്ത, ഇങ്ങനെ പഴത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോവാത്ത, എന്നാൽ പച്ചക്കായും അല്ലാത്ത ഒരു കായയാണ്. അപ്പോൾ ഇതാ ഇതേപോലെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, വരയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ കായ ഒന്ന് പിടിച്ചൊന്ന് തിരിച്ചു കൊടുക്കണം, ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതേപോലെ നമുക്കിങ്ങനെ തോല് ഉതിർത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്മളിങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് അതിൽ നിന്ന് തോല് വിട്ട് കിട്ടും. അപ്പോൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. ഇതാ ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് കായം പയറും ആണ് കേട്ടോ. ഇത് നമ്മൾ മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ ഒരു തോരൻ പോലെ അല്ലെങ്കിൽ ഒതുക്കേറി പോലെയൊക്കെ വെക്കും. ഞാനിന്ന് കായയും ചെറുപയറും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് ഇതാ കായ ആ ഒരു പാകത്തിന് അരിഞ്ഞെടുക്കുകയാണ്. എന്തോരം വലിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശർക്കര വരട്ടി കഴിക്കുമ്പോഴുള്ള വലിപ്പം ആ ഒരു ഏകദേശ വലിപ്പത്തിൽ വേണം നമ്മൾ ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഈസിയാണ് കേട്ടോ, ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ശർക്കര വരട്ടിയൊക്കെ തയ്യാറാക്കി എടുക്കാം. കുറച്ച് എണ്ണ, ഇത്തിരി ശർക്കരയും പിന്നെ കുറച്ച് അൽസാരികളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഈ ശർക്കര വരട്ടി ആണെങ്കിലും ചിപ്സ് ആണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിൽ ശർക്കര വരട്ടിക്കുള്ള കായ അവിടെ ആകുന്നുണ്ട്. ഇതാ കനം കുറച്ച് ഞാൻ നമ്മുടെ ചിപ്സിന് വേണ്ടിയിട്ടുള്ള കായ വറുത്തതിന് വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞ് അവിടെ വെക്കുന്നുണ്ട്. ഇത് ഏലക്കയും ജീരകവും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും 2 കുരുമുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അതൊന്നും കൂടി പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ഫൈനലിൽ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെയാണ് ചേർത്തത്, ലാസ്റ്റ് ഇട്ടാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല കിലാന്ന് വറുത്ത് വരുന്ന സമയത്ത് നമുക്കത് വറുത്ത് കോരി മാറ്റാം. ഇനിതാ ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഉള്ളു വേഗണം കേട്ടോ. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മാത്രമേ ആ കായ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ, നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഇതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കായയില്ലേ, ശർക്കര വരട്ടിക്കുള്ള കായ, ആ ശർക്കര പാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ കൂട്ടുണ്ടല്ലോ, ഇഞ്ചി, ഏലക്ക, കുരുമുളക്, പിന്നെന്താ
ചുക്ക്, ഇത്രയും സംഗതികളൊക്കെ കൂട്ടി, പഞ്ചസാര ഇത്ര സംഗതികളൊക്കെ കൂട്ടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കാണുമ്പോൾ ഇത്ര ഇങ്ങനെ ഇരിക്കണമെന്ന് തോന്നും, പക്ഷെ ഇല്ല കേട്ടോ. ഇത് സെറ്റായി കഴിയുമ്പോൾ ആ പാവൊക്കെ അതിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിച്ചപ്പോൾ ഇട്ട് കൊടുത്തത് കൊണ്ടിട്ടാണ് പിന്നീട് ചേർക്കാതിരുന്നത്. പിന്നെ നമുക്ക് ചിപ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. കാരണം കടകളിലൊക്കെ ഇങ്ങനെ ചകചകാന്ന് പറഞ്ഞവർ അവരുടെ ആ ഒരു സാധനത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉതിർത്തി ഇട്ട് കൊടുത്തിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ എണ്ണ ഇങ്ങനെ വാർന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ന്യൂസ് പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തു. ടിഷ്യൂ പേപ്പറാണ് നല്ലത്, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കൊണ്ടിട്ടാണ് ഞാൻ ന്യൂസ് പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മുടെ ശർക്കര വരട്ടിയുടെ ഫൈനൽ സ്റ്റേജ് കണ്ടോ. ഇത് വീട്ടിൽ ചെയ്യണോ കടയിൽ നിന്ന് മേടിച്ചാൽ പോരെയെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചോദിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഇതൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെയാടോ, അധികം സമയമൊന്നും വേണ്ടടോ. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നവർക്ക് മേടിക്കാട്ടോ, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. തിരക്കിൻ്റെ ഇടയിൽ സമയമില്ലാത്തവർക്ക് ഇപ്പം എന്താ ചെയ്യാല്ലേ. എന്നാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി, താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുകയാണ്. ഞങ്ങൾ തിരുവോണത്തിന് ഞങ്ങൾ കൊച്ചിയിലായിരിക്കും, പക്ഷേ എന്നാലും ഒരു ഓണം വ്ലോഗും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ശർക്കര വരട്ടിയും ചിപ്സും നല്ല അച്ചാറും വിഭവങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഉത്രാടത്തിന് മുന്നേ ഉള്ള ഒരു ദിവസം ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യമാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്